ലോകമെമ്പാടുമുള്ള എല്ലാ ഗഡികൾക്കും ഗഡീസ് പോഡ്കാസ്റ്റിന്റെ എപ്പിസോഡ് നമ്പർ 38ലേക്ക് സ്വാഗതം. നമ്മള് ന്യൂ ഇയറിന് മുമ്പ് ഒരു എപ്പിസോഡ് ഇറക്കുന്നു പറഞ്ഞായിരുന്നു. ഇറക്കിണ്ടായിരുന്നു. അല്ല, നമ്മളത് ആ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു ന്യൂ ഇയറിന് മുമ്പ്. പക്ഷെ അത് നമ്മള് സാങ്കേതിക തകരാറുകളാൽ നടന്നില്ല. അപ്പൊ നമ്മൾ ന്യൂ ഇയറിന് ശേഷം ഫസ്റ്റ് എപ്പിസോഡാണ്. അപ്പൊ നമ്മൾ എന്ത് പറയണം? അപ്പൊ നമ്മൾ പറയുന്നു 3, 2, 1 ഹാപ്പി ന്യൂ ഇയർ. വെൽക്കം ടു 2024. Yeah, 2024. Yeah. Those age-old kids who are born in 2004. Yeah. 20 വയസ്സായില്ലേ? നിനക്ക് 20 വയസ്സായില്ലേ? പക്ഷേ അവരുടെ ബർത്ത്ഡേ പേരണല്ലോ. ജനുവരി 1-ാം തീയതി 2-ാം തീയതി ബർത്ത്ഡേ ഉള്ളവരുടെ 3-ാം തീയതി ഉള്ളവരുടെ മാത്രമാണ് 20 ആയിട്ടുള്ളൂ. ബാക്കിയുള്ളവർക്ക് 19 റണ്ണിങ് ഇൻ 19 ആണ്. ബട്ട് കോമൺലി സ്പീക്കിംഗ് മതി എല്ലാവർക്കും മനസ്സിലാവും. ഞാനൊരു പോസ്റ്റ് കണ്ടാണ്, എന്താണ് ന്യൂ ഇയർ റെസൊല്യൂഷൻ മീൻസ് ജസ്റ്റ് ഒരു മീമ്. അപ്പൊ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്താന്ന് ചോദിച്ചപ്പോ പറയാണ് 23 മാറ്റിട്ട് 24 ഇടാൻ. മീൻസ് നോട്ടിലൊക്കെ ഇടുമ്പോഴേ എവിടെയും ഡേറ്റ് ഇടുമ്പോ നമ്മൾ പെട്ടെന്ന് 23 ഒരു കൊല്ലം എഴുതി ഒരു ഇതില് അത് 24 ആവാൻ മീൻസ് ഇടുമ്പോ ഓർമ്മ വരാൻ വേണ്ടിട്ടുള്ളതാണെന്ന് ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ നമുക്കിപ്പോ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ നോട്ടുകളൊന്നും മെമ്മറീസ് ആണ്. ലൈക്ക് ഫസ്റ്റ് ജനുവരി മന്തിലൊക്കെ നമ്മൾ 20 പ്രീവിയസ് വേറൊരു ഇതുണ്ട് കേട്ടാ. നമ്മൾ 4 ഹോസ്റ്റുകളും വരുന്ന കൊറേ കാലത്തിന് ശേഷമുള്ള ഒരു എപ്പിസോഡാണ് ഇത്. തുടക്കം തന്നെ നന്നാക്കി. ഞാൻ ഇടയിൽ പറയാൻ വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നിവിന്റെ ഒരു കോണ്ടന്റ് അവസാനം വെച്ച് നിർത്തിയപ്പോ നമ്മൾ പറഞ്ഞ അടുത്ത എപ്പിസോഡ് അതാക്കാന്ന് പറഞ്ഞു. പക്ഷെ നിവിൻ ചേട്ടൻ എക്സാം തിരക്കുകളിലാണ്. 20-ാം തീയതി വരെ എക്സാമുകളാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് നമ്മള് ആ എപ്പിസോഡ് പടക്കിയത്. ചെക്കനെ ബുദ്ധിമുട്ടിക്കണ്ട. അപ്പൊ അത് ഒരു PS ആയിട്ടിട്ടാണ്. PS കഴിഞ്ഞു. ഇനി നമ്മൾ കഥകളിലേക്ക് പോവുകയാണ്. അതെ, കഥയല്ല, ന്യൂ ഇയർ എങ്ങനെ ആരംഭിച്ചു? ജൂലിയൻ കലണ്ടർ ആണോ ഗ്രിഗോറിയൻ കലണ്ടർ ആണോ? അത്തനാസ് കലണ്ടറും ജൂലിയൻ ന്യൂ ഇയർ തുടങ്ങിയത് ഇല്ലല്ലോ. ഈ ജനുവരി ടു ഡിസംബർ ഏത് കലണ്ടറാ? പേര് ഞാൻ മറന്നു. ഗ്രിഗോറിയൻ കലണ്ടർ. ഗ്രിഗോറി ആരാ നിങ്ങൾക്ക് അറിയുമോ? അനിയനാണ്. അല്ല, അതല്ല. ഇന്നസെൻസ് അങ്ങനെയല്ല. ഇതിന്റെ ബാക്കിൽ എന്തോ ഒരു കഥയുണ്ട്, ഞാൻ പഠിച്ചിട്ടില്ല. അല്ലല്ല, മറ്റേ ഗോഡ്സിന്റെ ആണ്. ഗ്രീക്ക് ഗോഡ്സിന്റെ ആണ് അല്ലേ? മറ്റേ സിയൂസ് ഒക്കെ കലണ്ടറിന്റെ സ്പാർട്ട, മറ്റേത് മറിച്ചത് സ്പാർട്ട സ്ഥലല്ലേ? സ്പാർട്ട സ്ഥലമാണ്. മെസ്സിനി, സ്പാർട്ട. എനിക്കറിയണത് മറന്നുപോയി. പക്ഷെ എനിക്കറിയണത് ആ കൂടി മറ്റേ മൂൺ നൈറ്റ് ഗോഡ്സ് പേര് മാത്രാണ്. അത് മറന്നു. പക്ഷെ അല്ല, അപ്പൊ ജനുവരി എന്തിനാവും ബിഗിനിങ് ഓഫ് ദി മന്ത് ആക്കി? നമ്മളൊരു കാര്യം ഓർക്കുന്നത് 5 കൊല്ലം മുമ്പ് ഉള്ള കാര്യം ഓർക്കുന്നത് നമുക്ക് അതിനെ കുറിച്ച് ഓർമ്മയുണ്ടെങ്കിലല്ലേ. അതെ, മനസ്സിലായ ആ ഒരു ടൈപ്പ് ചോദ്യം ചോദിക്കണത്. ജനുവരി എന്താ തുടക്കം എന്ന് പറഞ്ഞാ എന്തിനൊരു തുടക്കം വേണല്ലോ. അതിപ്പോ ഫെബ്രുവരി നീ ചോദിക്കില്ല, ഫെബ്രുവരി ചിലപ്പോ വല്ല കാരണം ഉണ്ട്. ഞാൻ പറഞ്ഞുതരാം. എടാ, പിന്നെ ഞാൻ ഇതിനോട് ഇരിക്കുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, ചെറുതായിട്ട് ഞാൻ മറന്നുപോയി. പക്ഷെ എനിക്ക് അറിയാം. അതായത് ഒരു ഗ്രീക്ക് ഗോഡ് ഉണ്ട്. ആള് പേര് ഞാൻ മറന്നുപോയി. ജാനുവരിയുടെ സിമിലർ സൗണ്ടിങ് നെയിം ആണ്. ആൾക്ക് ബാക്കിക്കും ഫ്രണ്ടിക്കും ഐസൈറ്റ് ഉണ്ട്. അപ്പൊ റിഫ്ലക്ഷൻ ഓൺ ദി പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ ആണ് ആളുടെ ലൈക്ക്. അതുകൊണ്ടാണ് ജനുവരി ബിഗിനിങ് ആയി. ഞാൻ ജൂലൈയിലെ കേട്ടിട്ടുണ്ട്. ജൂലിയസിന്റെ പേരിലിട്ടാണ്. ജൂലിയസ് സീസർ അല്ല, ജൂലിയസ് സീസറിന്റെ പേരിലാണല്ലേ? ഓക്കെ, എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അപ്പൊ അത് വളരെ ശരിയാവും. എടാ, എനിക്കൊരു സംശയം. സംശയങ്ങൾ നല്ലതാണ്. നമ്മളുടെ ഡേകൾ മൺഡേ, ട്യൂസ്ഡേ, വെൻസ്ഡേ, അത് മലയാളത്തിൽ ഒരുവിധം നമ്മളുടെ പ്ലാനറ്റ്സ് അല്ലെങ്കിൽ സാറ്റലൈറ്റ്സിന്റെ പേരുകളായിരിക്കും. തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി ഇല്ല. വെള്ളി മിനറലാണ്. ശനി, ഞായറില്ല. അപ്പോ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാൽ തിങ്കൾ
അത് എന്തുകൊണ്ട് മൂണ്ടേ ആയില്ലേ, മണ്ടേ ആയി പോയി? അത് പറഞ്ഞ ഏതാ? മുണ്ടയൂര് അതല്ലടാ, മണ്ടേ തിങ്കൾ, അത് മൂണ്ടേ വരേണ്ടതല്ലേ? തിങ്കൾ എന്ന് പറഞ്ഞാ തിങ്കൾ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ എന്നല്ല അർത്ഥം. ചന്ദ്രനല്ലേ? ഓക്കെ. അപ്പൊ മൂണ്ടേ ആവണ്ടേ? എന്തുകൊണ്ടത് മണ്ടേ ആയി പോയി? അല്ല, അത് നമ്മളെങ്ങനെ സൺഡേ. സൺഡേ. ഓക്കെ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, സൺഡേ, ഞായറും സൂര്യഡേ അല്ലേ? സാറ്റർഡേ, 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 സാറ്റർഡേ ആണ്. സാറ്റർഡേ ഏതാ? അല്ല, സാറ്റർഡേ ഏതാ? ശനിയാണോ? അല്ലല്ലോ, ശനി, സാറ്റർഡേ, ശനി. അപ്പൊ 3 തിങ്കൾ, ഇംഗ്ലീഷ് മാസ്. ചൊവ്വ മാസ്. ട്യൂസ്ഡേ അല്ലേ? ചൊവ്വ മാസ് അല്ലാണ്ട് പിന്നെ ട്യൂസ്ഡേ ആവൂ? അല്ല, എല്ലാ ഡേയ്സിനും ഇല്ലടാ, കുറച്ച് ഡേയ്സ് ഉള്ളോ, 2-3 ഡേയ്സ്. മലയാളത്തിന് നോക്കണ്ട, ഇംഗ്ലീഷില് 2 ഉണ്ട്. അപ്പൊ ഇത് 3 ഡേ ആക്കണ്ടതല്ലേന്ന്. ഇങ്ങനെ എന്തൊരു റിലേഷൻ ഉണ്ട്? അല്ലാണ്ട് പിന്നെ റിലേഷൻ ഇല്ലേ? ഇങ്ങനെ ഒരു റിലേഷൻ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. 2-3 ഉണ്ടല്ലോ. പക്ഷെ മൂണ്ടേ ആക്കേണ്ട സാധനം അവര് മണ്ടേ ആക്കി. ആക്കണ്ടല്ലേ? ഇത് ഞാൻ ഭയങ്കര പ്രജുസ്റ്റിക് ആവണ്ടോ എന്നൊരു സംശയം ഉണ്ടായില്ല. പക്ഷെ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് വേർഡ്സ് അല്ലേ ഫസ്റ്റ് ഒറിജിനേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അത് പറയാൻ പറ്റില്ല. ഇംഗ്ലീഷ് ലെറ്റേഴ്സ് അല്ലല്ലോ, വേർഡ്സ്. ഇംഗ്ലീഷ് വേർഡ്സ് സ്റ്റാർട്ടിംഗ് മൂൺ, മൺഡേ, തിങ്കളാഴ്ച. നീ പറഞ്ഞ തെറ്റിക്കണ്ട. ഓക്കെ. ഇവ ഉദ്ദേശിക്കണത് എല്ലാത്തിനും സിമിലർ ലൈക്ക് ഇൻഹെറിറ്റൻസ് ഇല്ലല്ലോ എന്ന്. അത് ഞാൻ പറഞ്ഞ എല്ലാത്തിനും അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട്. കണക്ഷൻ ഉണ്ട്. കണക്ഷൻ മതി. കോളേജിൽ പോവാ. ഭയങ്കര ഫിലോസഫറിന്റെ ഒരു 2 പേരുടെ പേര്. അരിസ്റ്റോട്ടിൽ, സോക്രട്ടീസ്. എനിക്ക് സോക്രട്ടീസും പ്ലാറ്റോനെ അറിയുള്ളൂ. പിന്നെ നമുക്ക് ഇംഗ്ലീഷിൽ പഠിക്കണ്ടായിരുന്നു മെയിൻ ഫിലോസഫി പറ. കൺഫ്യൂഷ്യസിന്റെ ആണോ? അല്ല, കൺഫ്യൂഷൻസിനെ കുറിച്ച് പറയുമ്പോ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ വരും. അത് ജസ്റ്റ് ഒരു ജാപ്പനീസ് ബിലീഫ് മാത്രല്ലേ ഉള്ളൂ. അല്ലാണ്ട് നിങ്ങളാരും നമ്മുടെ സ്വന്തം ഇന്ത്യയിലത്തെ ബുദ്ധ, മഹാവീര, ശ്രീശങ്കരാചാര്യ, ചട്ടമ്പി സ്വാമികൾ ഇവരെയൊന്നും പറഞ്ഞില്ലല്ലോ. എന്തുകൊണ്ട് പറഞ്ഞില്ല? അല്ലല്ല, ഞാൻ ചോദിക്കട്ടെ. നമ്മളിപ്പോ ഭയങ്കര ഫിലോസഫിക്കലായി പോയി തുടങ്ങി തുടക്കത്തിൽ തന്നെ. എങ്ങനെ ഉണ്ടായിരുന്നു 2023 ഇയർ? നമ്മുടെ എനിക്ക് സത്യം പറയല്ലോ, എനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരു ഇയർ ആയിരുന്നു 2020. നല്ലൊരു, കാരണം ഈ ഇയർ ആണ് കുറെ അച്ചീവ്മെന്റും കുറെ ഹാപ്പിനെസ് ഒക്കെ വന്ന ഇയർ. എല്ലാരും മോശമായി എന്ന് പറയുന്നുണ്ടെങ്കിലും എനിക്ക് കോളേജ് തുടങ്ങി, കോളേജ് ലൈഫ് കുഴപ്പമില്ല. അല്ല, എനിക്ക് മൊത്തത്തില് നല്ലൊരു ഇയർ തന്നെയാണ്. അതെ, എനിക്ക് നല്ലൊരു ഇയർ ആയിരുന്നു. എന്തുകൊണ്ട്? പല മാറ്റങ്ങളും. ജനുവരിയിൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും എൻജോയബിൾ ആയത്? ജനുവരിയിൽ 2023 എന്താണ്ടായിരുന്ന മറ്റേ മോഡൽ പരിപാടികൾ ഉണ്ടായിരുന്നു. ജനുവരി 2023 സ്കൂളിൽ പോണ സയൻസ് എക്സ്പോ ആണോ? അല്ലല്ല, സ്കൂൾ നമ്മൾ വിട്ടുപോയി. സ്കൂളിലായിരുന്നു നമ്മള് 2023 തുടക്കം. അതെ, ഒക്കെ കഴിഞ്ഞ് ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് വെക്കേഷൻ കഴിഞ്ഞ് കേറിയത് ജനുവരിയില് മോഡൽ ഉണ്ടായിരുന്നു. ഒരു മോഡൽ നമുക്കൊരു ഒരു മോഡൽ ഉണ്ടായിരുന്നു. 2-3 ഉണ്ടായിട്ടില്ല. 3 ഉണ്ടാകേണ്ടതാണ്, 2 ഉണ്ടായിട്ടുള്ളൂ. ഒരെണ്ണം കൂടെ 2 കുറഞ്ഞു. ജനുവരി, ഫെബ്രുവരി, മെയിൻ, മാർച്ച് തൊട്ട് അങ്ങനെ മാർച്ച് തൊട്ട് പരീക്ഷയില്ലേ? അതാ പറഞ്ഞ മെയിൻ മാർച്ച് തൊട്ട്. മനസ്സിലായില്ലേ? മാൻഡേറ്ററി ആണെന്ന് നടത്തണം. അല്ല, അപ്പൊ നമ്മൾ റിവീൽ ചെയ്യുമ്പോ ആരെങ്കിലും കണ്ടിട്ട് പ്രശ്നമായി. മനസ്സിലായി. അപ്പൊ നമ്മൾ തുടങ്ങിയത് സ്കൂളിൽ 23 ഡീസന്റ് ആയിരുന്നു. അല്ല, ഡിസംബർ, ജനുവരി 2023. എന്താണ് ഓർമ്മ പറ? ഓർമ്മകള് എനിക്കുണ്ട്. എന്താണെന്ന് അറിയില്ല, എനിക്ക് ഷോർട്ട് ടേം മെമ്മറിയാണ്. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ഓർമ്മയില്ല. എനിക്ക് 2 ദിവസം മുമ്പുള്ള കാര്യം വരെ ഓർമ്മ ഉണ്ടാവില്ല. അതുകൊണ്ട് ചോദിച്ചതാ, ജനുവരിയിൽ എന്താണ് നിനക്ക് ഓർമ്മ ഉണ്ടോന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടാ. എന്താ? സ്കൂളിലല്ല, എന്റെ ലൈഫ്. എന്നാ പറ.
ഞാൻ ആദ്യമായിട്ട് സീസണിൽ പോയി തുടങ്ങിയ ഫസ്റ്റ് പരിപാടി ഓ ജനുവരിയിലായിരുന്നു. സീസൺ എനിക്ക് ഓർമ്മയുണ്ട് ഇവൻ ആദ്യമായിട്ട് സീസൺ അതെ അതെ അവൻ എപ്പോഴാണ് നിന്നോട് പറഞ്ഞിട്ടുള്ള കാര്യം പിറ്റേ ദിവസം ഓ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ റെഗുലർ വ്യൂവേഴ്സിന് എന്തിന്റെ സീസണാന്ന് മനസ്സിലായിട്ടുണ്ടോ ആ, ബാക്കിയുള്ള ഓ, viewers ന് ചെണ്ട കൊട്ട് സീസണില് ഞാൻ first ചെക്കൻ പരിപാടി ചെണ്ട മേളത്തിന്റെ ജനുവരിയിലാണ്. മെയിൻ ആണ്. അപ്പൊ അതുകൊണ്ട് മാരാറിന്റെ ഇടങ്കൈയാണ് അല്ലെ വലങ്കൈ, വലങ്കൈ. ഇടങ്കൈ ജനുവരിയിൽ എനിക്ക് ഓർമ്മയുണ്ട് എന്താണ്ടായത്, പെരുന്നാളുണ്ടായിരുന്നു എന്റെ വീട്ടില്. ശരി. എനിക്ക് ഓർമ്മയുണ്ട് എന്റെ നിന്റെ വീട്ടിലാണോ നിന്റെ പള്ളിയിലാണോ? പള്ളിയിൽ ലൈക്ക് പള്ളിയുടെ ചുറ്റും കസിൻസിനോട് പറയുമ്പോ നമ്മുടെ വീട്ടിലാണല്ലോ പെരുന്നാൾ. അതെ മനസ്സിലായി. അമ്പലത്തില് നിന്റെ അമ്പലത്തില് നമ്മള് പെരുന്നാൾ ഫിലോസഫിക്കലും religious ആയിട്ട് പോണ്ട. അപ്പൊ ജനുവരിയിൽ പെരുന്നാളിന്റെ കാര്യം ഓർമ്മയുണ്ട്. ഫെബ്രുവരി. ഫെബ്രുവരിയിൽ വാലന്റൈൻസ് ഡേ. ഓ പിന്നെ നിനക്ക് എവിടുന്ന് പെണ്ണ്? അല്ല പിന്നെ മോയെ 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 മോയെ. ഓക്കെ, എന്നാ ഫെബ്രുവരിയിൽ എന്തായിരുന്നു? അല്ല ഞാൻ നമുക്ക് എന്തിനാണ് പെണ്ണ്? ഞാൻ കണ്ണീര് കൊടുത്തിട്ട് പറഞ്ഞു. അല്ലല്ല ഞാൻ ചോദിക്കട്ടെ, നമുക്ക് എപ്പോഴാ എക്സാം തുടങ്ങിയെന്ന് ഫെബ്രുവരിയില്. ഫെബ്രുവരി എനിക്കൊന്നും ഓർമ്മയില്ല. ഫെബ്രുവരി 24-ാം തീയതി. അവിടെ പോയിരുന്നു ഓർമ്മയുണ്ട്. ബസ് ഫസ്റ്റ് എക്സാം ഇംഗ്ലീഷ്, അതെനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ വേറെ കേസ് പറയട്ടാ, ഒരു എക്സാം കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് അടുത്ത എക്സാം അതെ, അതെ. അത് വളരെ- ഭയങ്കര ഗ്യാപ്പ്. എടാ, പിന്നെ ഇനി ഓർക്കാനൊന്നുമില്ല. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ഫുൾ പരീക്ഷ. ഏപ്രിൽ 5-ാം തീയതി വരെ. ഏപ്രിലാ. ഇവർക്ക് മാർച്ച് ഞങ്ങൾക്ക് 30-ാം തീയതി വരെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഏപ്രിൽ ഏപ്രിൽ 5-ാം തീയതി വരെ ഉണ്ടായിരുന്നു. നിനക്ക് അതിന് ശേഷം ഉണ്ടായിരുന്നില്ലേ? ഏപ്രിൽ 2-ാം ഏയ് അല്ലല്ലോ, നിനക്ക് ഞാൻ മുമ്പ് ശരിയാണ്. ഞങ്ങളുടെ മാർച്ച് 31-ാം തീയതി ഫൈനാൻഷ്യൽ ഇയർ ഞങ്ങളുടെ അക്കാഡമിക് ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. ഞങ്ങൾക്ക് എന്താണെന്നറിയോ, CBSE 12th ബോർഡ് എക്സാം ചെയ്തതില് സ്റ്റുഡൻസിലെ ഏറ്റവും ലാസ്റ്റ് എക്സാം ചെയ്തത് ഏപ്രിൽ 5-ാം തീയതി. വലിയൊരു അച്ചീവ്മെന്റ് ആയി പോയി. വേറെ കേസ് ഉണ്ട് കേട്ടാ, ഞങ്ങൾക്ക് ഈ ഇതിന്റെ ഇടയിലുള്ള ഡേയ്സ് ഉണ്ടല്ലോ ഭയങ്കര ഒരു ഈക്വൽ ആയിട്ടുള്ള ഡിവൈഡ്. ഇവർക്ക് കറക്റ്റ് നല്ല പക്ഷെ ഞങ്ങളുടെ IP-കാർക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. ഒരു അതന്നെ ഞങ്ങൾ IP-കാർക്ക് ഞങ്ങളുടെ IP ന്നാ ഞങ്ങൾ IP-കാർക്ക് ഒരു ദിവസം ഗ്യാപ്പ് ഉണ്ടായിരുന്നു. മീൻസ് മാത്സുകാർക്ക് കുഴപ്പമില്ല. സൈക്കോളജി എങ്ങനെയായിരുന്നു? അപ്പൊ ഫെബ്രുവരി മാർച്ചിൽ ഫുൾ എക്സാംസ് ആണ് അല്ലേ? അതായത് മാർച്ചോടെ ഞങ്ങള് വീട്ടില് വെറുതെ ഇരിക്കുക. ഓൾമോസ്റ്റ് ഒരു 10 ദിവസം ഗ്യാപ്പ്, 15 ദിവസം ഗ്യാപ്പ് ഒക്കെ. ഏപ്രിൽ എക്കണോമിക്സിന് മുമ്പാണ് ഏറ്റവും കൂടുതൽ ഗ്യാപ്പ്. 24 ദിവസം. അയ്യോ 24 ദിവസം. അന്നൊന്നും അതത് എല്ലാവരുടെയും പേപ്പറിൽ അത് കാണും ചെയ്തു കൂട്ടാ. 24 എക്കണോമിക്സിന്റെ പോസിറ്റീവ്ലി കണ്ടു എല്ലാരും ഇല്ലേ? കണ്ടു. എല്ലാവർക്കും അതെന്താ പറയാ, നമ്മള് വീട്ടിൽ പഠിക്കില്ല. ഈ ഇത്രയും ഗ്യാപ്പിളായിരുന്ന സ്കൂളില് മിസ് ക്ലാസ് വെച്ചു, അപ്പൊ നമ്മൾ സ്കൂളിൽ വരുന്ന പഠിച്ചു. വീട്ടിലായിരുന്നു പഠിക്കില്ല. പക്ഷെ ഈ ദിവസങ്ങളെ ഇങ്ങോട്ടും പോവാൻ പറ്റിയിരുന്നില്ല കേട്ടോ. വീട്ടുകാർ എന്ത് പറഞ്ഞാലും പരീക്ഷ അല്ലേ, എത്രമാത്രം ഞാൻ പരിപാടിക്ക് ഇതിന്റെ ഇടയിൽ പോയിട്ട് അവൻ എക്സാമിന്റെ തലേദിവസം വരെ പോയിട്ടുണ്ട്. അതല്ല, Exam ന്റെ തലേദിവസം പക്ഷേ പോയിട്ട് വന്നിട്ട്. ഇത്രയും ഇതാകുമ്പോ വീട്ടിലിരുന്ന് പഠിച്ചാരെങ്കിലും വീട്ടില് ഇരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചാ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഈ സെയിം ടോപ്പിക് ഞാൻ ഏതാ സീരീസ് ആ സമയത്ത് പോയെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഏതോ സീരീസ് കണ്ടോണ്ടിരിക്കുന്നു. പ്രോക്രാസ്റ്റിനേഷൻ ഏതോ സീരീസ് കണ്ടോണ്ടിരിക്കുന്നു. നമ്മൾ പഠിക്കാൻ ചാൻസ് കുറവാന്ന് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ ഈ ഗ്യാപ്പ് കൂടുമ്പോ ഓൾറെഡി ഒന്ന് ഇങ്ങനെ ലേസി ആവും. മടിയും. പക്ഷെ എന്നാലും പഠിക്കുകയൊക്കെ ചെയ്യും ഞാൻ. അങ്ങനെ ഒരു സീരിയസ് പഠിപ്പല്ല, ജസ്റ്റ് ഇങ്ങനെ വായിച്ചു ടൈം ഉണ്ടല്ലോ എന്നുള്ള സാധനം എടുക്കും. അങ്ങനെ പോയി. ഞാൻ പറയാൻ വരെ മാർച്ച് അങ്ങനെ പോയി. മാർച്ച് അങ്ങനെ പോയി. നിനക്ക് ടൂറ് യെസ്. ഞങ്ങൾക്ക് അല്ല എല്ലാവരും നമ്മുടെ സമാധാനത്തോടുകൂടി എടാ അല്ലെങ്കിൽ +2 എപ്പോഴാ ടൂറ് പോവാ? അത് ശരി. നമുക്ക് എല്ലാ സ്ട്രെസ് അത് ലീവായി കഴിഞ്ഞാണ്. സ്കൂളിനെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യണം. നന്ദി പറയും. നിർമ്മൽ ജ്യോതി സെൻട്രൽ സ്കൂൾ receives a good applause for Yes. that. കൈയടിക്കാൻ പറ്റില്ല, കയ്യിൽ Knock on wood. Extra sound ആയിട്ട് Knock on wood. അതെ ഒരു മിനിറ്റ്, ആ. ഇതില് 12 മിനിറ്റ് അല്ലേ? അതിലെത്ര മിനിറ്റ് ആയി നോക്കി നോക്കൂ. ഇതും പോണ്ട പിന്നെ എത്രയോ? 15. അല്ല അതൊക്കെ കണ്ണട വയ്ക്കാറേ. എനിക്കിത് ഓൾറെഡി ഡിസ്റ്റൻസ് കൂടുതലാ. അപ്പൊ മാർച്ച് ഏപ്രിൽ
ഏപ്രിൽ നല്ല പവർ ഏപ്രിലിൽ ഞങ്ങൾ പെരുന്നാള്. ടൂർ എങ്ങോട്ട് പോയി? ശ്ശേ, എന്റെ വയനാട് ഊട്ടി. അല്ല, അതിനു മുമ്പ് നമ്മള് പറയണ ഏപ്രിലിൽ എന്തുണ്ടായി? ഗഡീസ് എടാ. പോഡ്കാസ്റ്റ് തുടങ്ങി. അവന്മാര് exercise ചെയ്തോണ്ടാണ് നന്നായി. ടൂർ പോയി. ഗഡീസിന്റെ ഉത്ഭവമാണ്. ഗഡീസ് ആരംഭിക്കുകയാണ്. Yes. ആരംഭിച്ച സമയത്ത് ഒരാള് വന്നില്ല, ആരംഭിക്കുന്ന സമയത്ത് തന്നെ. ആരാ? പക്ഷെ വേറെ കേസ് ഉണ്ട്. ടൂറിന്റെ കേസ് ആണുള്ള നമ്മൾ ടൂറിന്റെ ടൂറിന്റെ അന്നൊരു എപ്പിസോഡ് ഇറങ്ങി. റിവീൽ ചെയ്തത്. അല്ല, എപ്പിസോഡ് ഇറങ്ങല്ല, എപ്പിസോഡ് എടുത്തു. എപ്പിസോഡ് എടുത്തു നമ്മള്. അതെ, നമ്മളത്രയും- ടൂർ ആദ്യമായിട്ട് ലൊക്കേഷൻ ചേഞ്ച് ചെയ്തെടുത്തൊരു ആ. അവസാനമായിട്ടില്ല, ചിലപ്പോ അടുത്ത അല്ല, ആദ്യമായിട്ട് ഇതുവരെയും ഇതുവരെ ടിൽ നൗ. അല്ല, ടൂറിന്റെ തലേദിവസമാണ് നമ്മൾ ഫസ്റ്റ് എപ്പിസോഡ് ഷൂട്ട് ചെയ്തത്. ടൂറിന്റെ തലേദിവസമൊന്നല്ല, നമ്മൾ എന്നിട്ട് ഇവിടെ കിടന്നിട്ട് രാവിലെ 8 പോയാലോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് എപ്പിസോഡാ. ടൂറിന് മുമ്പ് നമ്മൾ അതെ, 2 എപ്പിസോഡ്. 2 എപ്പിസോഡ് അല്ല, ഫസ്റ്റ് എപ്പിസോഡ് അല്ല, സെക്കൻഡ് എപ്പിസോഡ്, തേർഡ് എപ്പിസോഡ്. മൂന്നാമത്തെയോ നാലാമത്തെയോ കൂടെയായിട്ടാണ് ഞാൻ വന്നത്. ഫസ്റ്റ് എപ്പിസോഡ് അല്ല, അതന്നെ. അല്ലടാ, ഫസ്റ്റ് എപ്പിസോഡ് അല്ല, മനസ്സിലായി. സീരിയസ്ലി ഫസ്റ്റ് എപ്പിസോഡ് അല്ല. ഞാൻ മൂന്നാമത്തെയോ നാലാമത്തെയോ കണ്ണടച്ച് കാണിച്ചല്ലോ. നമ്മള് ചില എപ്പിസോഡുകൾ മാറ്റി റെക്കോർഡ് ചെയ്യാറുണ്ട് ടു മീറ്റ് ടൈം റിക്വയർമെന്റ്. പക്ഷെ അന്ന് അങ്ങനെ ആയിരുന്നില്ല. അന്ന് ഇതിന് തൊട്ട് മുമ്പ് ഒരു എപ്പിസോഡ് ശരിയാ, നമ്മൾ കൺഫ്യൂഷൻ ആയില്ല. ഇല്ല സത്യം പറയാം. ഞാൻ സത്യം പറയാം. ഉണ്ട്. ഷൂട്ട് ചെയ്തു. 2 ഷർട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം പബ്ലിക് ആക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓക്കെ. മൂന്നാമത്തേലും എന്നിട്ട് ആ എപ്പിസോഡിന്റെ ലാസ്റ്റ് പറഞ്ഞു, അപ്പൊ കഴിയുള്ള നമ്മൾ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മള് പോയി. ശരിയാ. പക്ഷെ അന്ന് ഫസ്റ്റ് എപ്പിസോഡ് ഞാൻ നീല ഷർട്ടും, സെക്കൻഡ് എപ്പിസോഡ് ഈ ഷർട്ട് ഇട്ടാ. ഗുഡ്, കൺഗ്രാറ്റുലേഷൻസ്. അന്ന് നമ്മള് കുറച്ച് എന്റെ കണ്ണടയും ഷോർട്ട് ടൈം മെമ്മറി ആണെങ്കിൽ എനിക്ക് കുറച്ച് ഓർമ്മയുണ്ട്. ചെറിയ ലോങ് ടൈമിലൊരു ഷോർട്ട്. ഇടയ്ക്കിടയ്ക്ക് ലോങ് ടൈം ഇങ്ങനെ സ്പാർക്ക് ചെയ്യും. കുറച്ച് പണ്ടത്തെ എപ്പിസോഡിലെ കുറച്ച് മൂവി മാജിക് ചെയ്തേക്കണ കാരണമാണ് ഈ കൺഫ്യൂഷൻ. അതെ. കുറച്ച് പരിപാടികൾ, തട്ടിക്കൂട്ട് പരിപാടികൾ ചെയ്തിട്ടുണ്ട്. അന്നപ്പോ എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ ഈ ടൂറ് പോണ ദിവസം അന്ന് എഡിറ്റ് ചെയ്ത് അടുത്ത ദിവസത്തേക്ക് ഒരു വൈകിട്ട് ഒരു എപ്പിസോഡ് പോകുന്നുണ്ട്. അപ്പൊ അത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മള് പോയത്. നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അന്നൊരു എന്നിട്ട് ബസ്സിലിരുന്നിട്ട് എല്ലാരും അതിനെ ഡിസ്കസ് ചെയ്യേണ്ടിരുന്നു. ഏപ്രിലാണ് നമ്മൾ എന്ത് ചെയ്ത് ടൂർ പോയത്. അല്ല, ആ ടൂർ പോയത് ഞങ്ങളുടെ പെരുന്നാളിന്. അല്ല, പിന്നെ ഞാൻ കുറെ 10-20 പടി ആലോചിക്കണം. നീ ആലോചിക്കണം. ചേതനിൽ ചേർന്നത് അല്ലേ? നീ എന്തിനാ പറയണ? ഞാൻ ചേതനിൽ ചേർന്നില്ല. ചേതനിൽ ഞാൻ ചേർന്നില്ലേ? ചേർന്നു. ഇപ്പൊ ചേർന്നില്ലെങ്കിൽ ഞാൻ പഠിക്കണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. റിച്ചാർഡ് ഞാനും കൂടി ചേതനയിൽ പോയത്. റിച്ചാദന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മ്യൂസിക്കൽ സയൻസ്. സയൻസ് ഉണ്ടല്ലോ. ചേതന മ്യൂസിക് അക്കാഡമിയിൽ ചേർന്നു. ഓക്കെ, അത് ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട്. റിച്ചാർഡ് ചാടി പോയി. പിന്നെ അതിനെ കുറിച്ച് വിടുന്നു. ഏപ്രിൽ കഴിഞ്ഞാൽ ജനുവരി, മാർച്ച്, ഏപ്രിൽ. ഏപ്രിലാണ് ടൂർ പോയത്. അല്ല, സെൻഡ് ഓഫ് ഒന്നും പറഞ്ഞില്ലല്ലോ. ടൂറിനെ കുറിച്ച് എന്താ പറയണ്ട? പറഞ്ഞില്ല, എനിക്കൊന്നും വലിയ ഓർമ്മയില്ല. സൂപ്പർ വയനാട് ഊട്ടിയിലേക്കാണ് പോയത്. വയനാട് ടു ഊട്ടി. ഇത്തിരി ലാഭിച്ച ടൂറായിരുന്നു. അതെ, ഒരു 2 ദിവസം. പക്ഷെ ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയില്ല. ഒരു മിനിറ്റ് നിർത്തിയേ. 1 minute later. ടൂറിന്റെ കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടിരുന്നത്. 2 ദിവസം ഉണ്ടായിരുന്നു ടൂറ്. നീ അങ്ങനെ പറഞ്ഞ അതല്ല, ഒരു ദിവസം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കാശ് ലാഭിക്കാൻ വേണ്ടി. ഓർമ്മയുണ്ട്, ഫസ്റ്റ് നമുക്ക് ടൂറിന്റെ ഫീസ് കുറച്ച് കൂടുതലായിരുന്നു. എന്നിട്ട് കുറെ പേര് പക്ഷെ എനിക്ക് അതിലും കൂടുതൽ സ്ട്രെസ്ഡ് ആയിട്ട് തോന്നിയത് മറ്റേ മൈസൂര് പോയപ്പോഴാണ്. ശരിയാ. അന്ന് ഭയങ്കര, അന്ന് എങ്ങനെയായിരുന്നു, അന്ന് രാത്രി ഇവിടുന്ന് പോയിട്ട് പിറ്റേ ദിവസം കാലത്ത് തിരിച്ചെത്തി. 10-ലല്ലേ? 10-ലാ? പ്ലസ് ടുവിന്റെ അതായത് പ്ലസ് വണ്ണിന്റെ വെക്കേഷൻ കഴിഞ്ഞിട്ട് പ്ലസ് ടുവിന് മുമ്പ്. നമ്മള് 10ന്റെ ടൂർ പ്ലസ് 1 പോയി. പിന്നെ the only ever batch to receive 2 tours അല്ലേ? മൈസൂർ പാലസ് DJ മൈസൂർ പാലസ് കണക്ഷൻ ഉണ്ട്. ഞാൻ ലോങ് ടൈം നിന്ന് കുറച്ച് നേരം പിടിക്കും ഇവിടെ എത്താൻ. അതാണ് ഏപ്രിൽ തന്നെയല്ലേ പക്ഷെ സെൻഡ് ഓഫ് ഉണ്ടായി. സെൻഡ് ഓഫും വലിയ കുഴപ്പം. ടൂറ് മെയില നമ്മളിത് പോയി വന്ന് കുറച്ച് കഴിഞ്ഞ പിടിക്കും. ബ്രേക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഏപ്രിൽ കഴിഞ്ഞു. മെയ് മെയിലെന്തുണ്ടായി? പാർട്ടി പെരുന്നാൾ സെൻഡ് ഓഫിന് നമ്മളെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. മെയില് പോഡ്കാസ്റ്റ് നമ്മൾ തുടർന്നു. തുടർന്നു. മെയില് പൂരം
പൂരം എപ്പിസോഡ് സ്പെഷ്യൽ എപ്പിസോഡ് ഉണ്ടായിരുന്നു. തൃശ്ശൂർ പൂരം. അതെ, നമ്മുടെ എല്ലാവരുടെയും. നമ്മൾ പോയില്ലേ, പക്ഷെ ഞാൻ പോണം എന്ന് പറഞ്ഞു. പൂരത്തിനും പോയില്ല, എക്സിബിഷനും പോയില്ലേ. എക്സിബിഷന് പോയി. എല്ലാരും ഇൻഡിവിജ്വലി പോയി. പോണം ഞാൻ പോയില്ല. എല്ലാരും ആ ശരി, അതിന് മുന്നത്തല്ല നമ്മൾ ടീമായിട്ട് പോയി. അത് ഇവനല്ലേ ഹെബിനായിരുന്നു. അത് ഇതിനല്ല പൂര എക്സിബിഷൻ അല്ല. പിന്നെന്തിനാ പോയി? ഓടാ പൂര എക്സിബിഷൻ. ഞാൻ മോട്ടോർ ഷോക്ക് ഞാൻ ഉണ്ടായിരുന്നില്ല. പൂര എക്സിബിഷന് നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല. ഇല്ല ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ഞാൻ പണ്ട് നീ പേടിച്ചത് റൈഡിൽ കയറിയപ്പോ. ഫോട്ടോ കാണിച്ചു. റൈഡിൽ കയറിയപ്പോ പേടിച്ചതാ. അതെ, റൈഡിൽ കയറിയത് എനിക്ക് ഷോർട്ട് ടൈം മെമ്മറി ആയിരുന്നു. ഇത് 2022 ആണ്. എനിക്ക് പക്ഷെ റൈഡുകളൊന്നും പറ്റില്ല. എന്ത് എനിക്ക് പക്ഷെ ഇയർ ബാലൻസും ശബ്ദവും. മോഷൻ എന്താ നിനക്കതാ പ്രശ്നം? എനിക്ക് പേടിയാണ്. ചെറുപ്പത്തില് മോഷൻ സിക്നസ് ഉണ്ട്. പിന്നെ ഞാൻ യൂസ്ഡ് ആക്കി ലൂസ് മോഷൻ ആക്കി. എനിക്ക് ഓട്ടോമൊബൈൽസിലുള്ള മോഷൻ സിക്നസ് ഏകദേശം എനിക്കും. അതായത് പ്രശ്നം വീട്ടിൽ നിന്നും പോയി, സ്കൂളിൽ നിന്നും പോയി, വണ്ടർലേ എവിടെ പോയി, എവിടെ റൈഡിൽ കയറിയോ അവിടെ ഒക്കെ ഛർദിയ. ഒരു റൈഡിൽ കയറി അത് ഇറങ്ങി കുറച്ച് 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഛർദിയാവും. എനിക്ക് ഛർദിക്കണ സീൻ വന്നിട്ടില്ല. പ്രശ്നം ഞാന് ഈ അഡ്വഞ്ചർ റൈഡ്സിൽ എനിക്ക് വലിയ പിടുത്തില്ലേ. എനിക്ക് വലിയ അഡ്വഞ്ചർ ഒന്നുമില്ല. ആദ്യത്തെ പ്രാവശ്യം പോയത് മറ്റൊരു ബോട്ട് പോലെ തന്നെ. എനിക്ക് പക്ഷേ ഛർദിയല്ല, കാലിന്റെ ഒരു സാധനം ഇങ്ങോട്ട് കയറി വരും. പിന്നെ രണ്ടാമത്തെ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാ മറ്റേ ഒരു ഇങ്ങനൊക്കെ കറങ്ങിയിട്ട് കപ്പ്. അതില് രണ്ടാമത്തെ പ്രാവശ്യം പോയപ്പോ അതൊരു പ്രശ്നമായി. ഞാനൊക്കെ രണ്ടാമത്തെ പ്രാവശ്യം പോയപ്പോ ഞാൻ മറ്റേര് കയറിയില്ല, മറ്റേര് അടുത്തേര് കയറി. അപ്പൊ വാട്ടർ റൈഡ്സ് ഒക്കെ എങ്ങനെയാ? വാട്ടർ റൈഡ്സ് പിന്നെ കയറാൻ പറ്റിയില്ല. വാട്ടർ റൈഡ് എന്ന് പറഞ്ഞാൽ നമ്മള് ലഞ്ച് കഴിഞ്ഞിട്ടാണല്ലോ കയറുക. ലഞ്ചിന് മുമ്പാണ് ഈ റൈഡുകളിൽ കയറാൻ. ഓർമ്മയുണ്ടാ? അപ്പൊ ഇത് കഴിഞ്ഞ് ഛർദി ആയി. പിന്നെ അന്നത്തെ ദിവസം പോയിടാ. ഞാനല്ലേ എങ്ങോട്ട് പോയാലും ലൈക്ക് ഒരു ടയർഡായത് കുറച്ച് റെസ്റ്റ് എടുത്തിട്ടെങ്കിലും ഞാൻ ബാക്കിയുള്ളത് റിക്കവർ ചെയ്യും. എന്റെ അന്നത്തെ ദിവസം പോയി, അതാണ് പ്രശ്നം. ന്യൂ ഇയർ ആയിട്ട് റെസൊല്യൂഷൻ എടുക്കണോ എനർജി ബിൽഡപ്പ് ചെയ്യാൻ? എന്തിനാ ന്യൂ ഇയർക്ക് എത്തണുള്ളൂ നമ്മള്. ജൂൺ എന്റെ ബർത്ത്ഡേ. ജൂണില് എന്റെ ബർത്ത്ഡേ. ബർത്ത്ഡേ എപ്പിസോഡ് ഉണ്ടായിരുന്നു. ബർത്ത്ഡേ എപ്പിസോഡ് ഞാൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മുടെ ആദ്യത്തെ ബർത്ത്ഡേ എപ്പിസോഡ് ആയിരുന്നു അല്ലേ? ആ സമയം തൊട്ടാണ് ഞാൻ അല്ലല്ല ആ സമയം തൊട്ടാണ് ഞാൻ പതുക്കെ പോഡ്കാസ്റ്റില് വരാതെ വന്നു തുടങ്ങിയത്. ജൂണിലാണ് നമ്മുടെ അങ്ങനല്ല, ഇവരുടെ കുറച്ച് എപ്പിസോഡിൽ ഞാൻ മിസ്സിങ് വന്നിട്ടുണ്ട്. പരിപാടികൾ മഴ ജൂൺ നമ്മൾ തുടങ്ങി ക്ലാസ് സെന്റ് തോമസ് ജൂലൈ 3-ാം തീയതി. ജൂലൈ 3-ാം തീയതി ഓറിയന്റേഷൻ ആയിരുന്നു. ജൂൺ 3-ാം തീയതി സ്കൂളല്ലല്ലോ. ശരിയാ, എന്റെ ബർത്ത്ഡേ സ്കൂളിലല്ല. ശരിയാണല്ലോ, പരീക്ഷ വലിയൊരു സാധനം വന്നിട്ടുണ്ടായിരുന്നു. മെയിലല്ലേ? മെയിലാ ഒരു മാസം കൊണ്ട് വന്നൂലേ? പെട്ടെന്ന് വന്നു. എല്ലാ മിസ്സുമാരെയും കണക്കൂട്ടിൽ തെറ്റിച്ചിട്ടാണ് റിസൾട്ട് വന്നത്. ഉച്ചക്ക് പെട്ടെന്ന് വിളിച്ചു പറഞ്ഞല്ലേ? ഉച്ചക്കല്ല, രാവിലെ. ഞാൻ ഉച്ചക്ക് അറിഞ്ഞുള്ളൂ. ഉച്ചക്ക് എന്നെ അനിയന്റെ റിസൾട്ട് വന്നു. അപ്പൊ തന്നെ ശരിയാ, 10ന്റെയും പെട്ടെന്ന്. അത് രണ്ടും ആദ്യമായിട്ടാന്ന് തോന്നുന്നു 2ന്റെ ഒരു ദിവസം റിസൾട്ട് വരണത്. അടിപൊളി. 12th മെയ്. 12th മാൻ പ്രതീക്ഷിച്ചായിട്ടും നല്ല റിസൾട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. എല്ലാവരും അതാണ് 2023-ത്തെ ഒരു നല്ലൊരു ഓർമ്മയായിട്ട് എനിക്ക് കിട്ടിയത്. എല്ലാ വർഷങ്ങളും വലിയ അല്ല ഞാൻ അങ്ങനെ എല്ലാ വർഷവും പോലെ എല്ലാ മാസവും അതുപോലെ പോയി. ജനറലി അങ്ങനെ മാർക്ക് വാങ്ങിക്കാറില്ല. ഇപ്രാവശ്യം എന്താ അറിയില്ല, സെറ്റായി. മെയിലായിരുന്നു നമ്മള്. മെയ് കണ്ട് ജൂണിൽ എന്താല്ലേ ഒരു നാഴികല്ലും പോലും പറയാനായിട്ടൊന്നും ഓർമ്മയില്ല. വല്ല വീഡിയോ എടുത്ത് നോക്കിയാ നമ്മുടെ വീഡിയോ എടുത്ത് നോക്കിയാൽ പിന്നെ കൂന്ന് പറയാൻ വന്നു. എന്താ ഞാൻ പറയില്ലടാ, നമ്മള് വർത്താനം പറഞ്ഞ എന്റെ ഇടയില് അവനെന്തോ കൂന്ന് പറയാൻ വിളിച്ചല്ലോ. ജൂൺ നിവിനും എഡ്വിനൊക്കെ ഈ ഇടയ്ക്ക് നമ്മുടെ വീഡിയോകളിൽ ഗസ്റ്റുകളായിട്ട് വന്നത്. ജൂലൈയിൽ നമ്മളെ കാട്ടുകാരന്റെ ബർത്ത്ഡേ, നമ്മുടെ ജയേട്ടന്റെ അതൊന്നും നമ്മളെ ലിസ്റ്റിലില്ല. ശരിയോ, ചെലവൊന്നുമില്ല. നീ തന്നു, പക്ഷെ എനിക്ക് വരാൻ പറ്റി.
തന്നു വരാൻ പറ്റില്ല. നീ ജനുവരി, ഫെബ്രുവരി, ഓഗസ്റ്റ് ഓരോ മാസം പെണ്ണി എന്തേലും പറ, വേറെ എന്തേലും നടന്നു. കോളേജ് സ്റ്റാർട്ട് ചെയ്തു. ജൂലൈ 3-ാം തീയതി ഫസ്റ്റ് ഓറിയന്റേഷൻ. അന്ന് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങള് പോയി. ഫസ്റ്റ് ദിവസം ഞാനും പോയിട്ടില്ല. ഫസ്റ്റ് ദിവസം നീ വന്നു. ഇല്ല മറ്റേ പാരന്റ്സിന്റെ ആയിട്ടുള്ള ഓറിയന്റേഷൻ ഉണ്ടായിരുന്നില്ല ജൂലൈ 3. അന്ന് ഞാൻ വന്നിട്ടുണ്ടായിരുന്നില്ല. പാരന്റ്സ് ആയിട്ട് നമ്മൾ ഒരുമിച്ചാ പോയേക്കണം ഫസ്റ്റ് ദിവസം. അപ്പൊ ജൂണിലാണ് നമ്മൾ അഡ്മിഷൻ എടുത്തത്. ജൂണിലാണ് അഡ്മിഷന്റെ കാര്യങ്ങൾ കൂടിയത്. അതാണ് പ്രശ്നം. ഫസ്റ്റ് ദിവസം ഞാൻ വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കോളേജിൽ പോയി. പിന്നെ കോളേജിലാണ് ആ സമയത്ത് ഫ്രഷേഴ്സ് കിട്ടിയിട്ടുണ്ട്. ആ മാസം തന്നെ ആയിരിക്കും. എനിക്ക് ഓർമ്മയില്ല. ഫ്രഷേഴ്സിന് നിനക്ക് എന്ത് പണി കിട്ടിയത്? എനിക്ക് പണിയൊന്നും കിട്ടിയില്ല. നിനക്ക് എന്ത് പണി കിട്ടി? ഒരു പേര് ലാബിൽ ചെയ്തു സ്റ്റോ. അവര് സീനിയേഴ്സ് ചോദിച്ചു നിങ്ങളെ ക്ലാസ്സിലെ കോഴിയായിരുന്നു. ഞാൻ കോഴി അല്ലെങ്കിൽ എന്റെ പേര് അവര് തള്ളിയിട്ടു. പിന്നെ കോഴി അല്ലെങ്കിലൊന്നാ അല്ല കോഴി പിന്നെ ക്ലാസ് ടെക്നിക്കലി ആണ്. അല്ല ക്ലാസ് ടീച്ചർ എച്ചോടിക്ക് പോണ വഴിക്കൊക്കെ ചോടിനെ വീട്ടില്ല. കോഴി എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചോണ്ട് ഇമോഷണൽ ഡാമേജ് ആക്കി. എനിക്കിപ്പോ പണിയൊന്നും കിട്ടിയില്ല. പക്ഷെ ഒരു ആക്ടിവിറ്റി ചെയ്തെന്തായിരുന്നു ഓർമ്മയില്ല. ഒരു ആക്ടിവിറ്റി ചെയ്തായിരുന്നു. എന്തായിരുന്നു? മറ്റേ ചൈനീസ് ടീച്ചിങ്. ചൈനീസ്. അതായത് ഞാൻ പറഞ്ഞു വന്നത് എനിക്ക് കിട്ടിയ പണി മറ്റേ, അതായത് ഇപ്പൊ ഒരാള് 12 മാസത്തിന്റെ കലണ്ടർ ഉണ്ടാക്കിക്കൊണ്ടാണല്ലോ നമുക്ക് 1 വയസ്സ് 2 വയസ്സ് പറഞ്ഞു കൂടുന്നത്. ശരിയല്ലേ? അത് കണ്ടിട്ടാ ഇല്ല നമ്മളിപ്പോ അതായത് എനിക്ക് കിട്ടിയത് മറ്റേ ജാപ്പനീസിലത്തെ മറ്റൊരു ഇത് കണ്ടിട്ടുണ്ടാവും. ഒരാളോട് പറയും. അപ്പൊ ആളെ ഒരു ആക്ഷൻ കാണിക്കും. ആ ആക്ഷൻ മറ്റാള് കാണിക്കും. അപ്പൊ അവസാനം അവസാനം എന്താണ് എത്താന്ന് കാണിക്കുന്നത്? ചൈനീസ് വിസ്പറിംഗ് പോലത്തെ സംഭവം ആക്ഷൻ. അതായിരുന്നു എനിക്ക് കിട്ടിയ കോളേജിലെ പണി. അത് പണിയായിട്ടൊന്നും ഞാൻ കണക്ക് കൂട്ടുന്നില്ല. പീസ് ഔട്ട്. പണിയായിട്ട് ഇപ്പൊ ഒന്നും കിട്ടില്ല. കിട്ടാൻ പാടില്ല. കിട്ടില്ല. പ്രശ്നമാണ്. ഇവിടെ പുറത്തൊക്കെ ചിലപ്പോ പ്രശ്നം ഉണ്ടാവില്ല. പുറത്തുനിന്ന് സെൻസ് നമ്മുടെ കോളേജിൽ ആർഷിലല്ല, ചെറുതായിട്ട് പോലും ഇല്ല. നമ്മുടെ കോളേജില് വേറെ കോളേജിൽ അത്യാവശ്യമൊക്കെ ഉണ്ടാവും. അത്യാവശ്യം കേരള ഗവൺമെന്റ് ഉണ്ടാവും. ഞാൻ പറയണില്ല ഒന്നും. പറയേണ്ട ആവശ്യമില്ല. അല്ല അവിടെ വലിയ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവാൻ സാധ്യതയില്ല. അങ്ങനെ ജൂലൈ കഴിഞ്ഞു. ഓഗസ്റ്റിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഓഗസ്റ്റില് നമ്മുടെ ആശാന്റെ ബർത്ത്ഡേ, ഇൻഡിപെൻഡൻസ് ഡേയും നമ്മുടെ ആശാന്റെ ബർത്ത്ഡേ. ഇൻഡിപെൻഡൻസ് ഡേ കോളേജിൽ എന്തുണ്ടായി? ഒന്നും ഉണ്ടായില്ല. വീട്ടില് മുടക്കാണോ? മുടക്ക. പിന്നെ കോളേജിൽ ഉണ്ടാവുക. ശരി. ഓഗസ്റ്റിൽ തന്നെയല്ലേ? അത് സെപ്റ്റംബറില് ഓപ്പൺ ഓണം. ഇക്കൊല്ലം ഓഗസ്റ്റിലാണ്. സെപ്റ്റംബർ മാറിയിട്ട് ഓഗസ്റ്റ്. അതിനവിടെ നല്ല സെലിബ്രേഷൻ ഉണ്ടായിരുന്നു നീ അറിഞ്ഞു? ഓണത്തിന് കുറച്ച് സ്പാർക്ക് അടിക്കണില്ല. അങ്ങനെ ഓണം യൂണിഫോം. ഓക്കെ. നമ്മുടെ നാസറിന്റെ ബർത്ത്ഡേയും കഴിഞ്ഞ് നമ്മൾ സെപ്റ്റംബറിലേക്ക് കിടക്കായി. ഈ സമയം കൊണ്ടൊക്കെ നമ്മൾ പതുക്കെ നമ്മുടെ എപ്പിസോഡുകളൊക്കെ അണഞ്ഞ് ഓഗസ്റ്റ് സംതിങ്ങിലാന്ന് തോന്നുന്നു. സെപ്റ്റംബർ സംതിങ്. ഞാന് ഡ്രൈവിംഗ് ക്ലാസിന്റെ നമ്മൾ അതിന്റെ ഇടയിൽ വേറൊരു സംഭവം ഇങ്ങനെ നോക്കണതിന്റെ ഇടയില് സംഭവം ഇപ്പൊ തീരില്ല. ആ സംഭവം നോക്കാം. വീണ്ടും സംഭവം ഷോർട്ട് ടേം മെമ്മറി. അങ്ങനെ സെപ്റ്റംബറിൽ നമ്മൾ പതുക്കെ എപ്പിസോഡൊക്കെ വേറൊരു സംഭവത്തേക്ക് നോക്കി എണ്ണിക്കൊണ്ടിരിക്കുക. പല പല ഐഡിയാസ്. ഒക്ടോബറിൽ എന്തുണ്ടായി? ഒക്ടോബറിൽ നമ്മൾ അടുത്ത ഗാന്ധി ജയന്തി. ഒക്ടോബറിൽ എന്തുണ്ടായി? പറഞ്ഞ പോലെ വീഡിയോ ഒക്കെ എടുത്തിട്ടില്ലേ? കുറച്ചായിട്ട് എടുത്ത് ചെറുത് 1-2 ഒന്നൊക്കെ ഉണ്ടാവുള്ളൂ. എന്ത് വീഡിയോ? എന്തെങ്കിലും വീഡിയോ ഇല്ല അല്ലേ? പോഡ്കാസ്റ്റ് എടുത്തു ഒക്ടോബറിൽ? ഏതെടുത്തിട്ടുള്ളതാണ് എന്റെ ഓർമ്മയില്. ഇല്ല അല്ലേ? അപ്പൊ ഒക്ടോബറില് പീക്ക് കഴിഞ്ഞു. എനിക്ക് ഓർമ്മയില്ല. നവംബറിലാണ് നമ്മുടെ മുന്നേ കഴിഞ്ഞിട്ട് ഇന്ത്യനില് അതിന്റെ ഇടയ്ക്ക് കുറെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. നവംബറിൽ ടൈം ഫ്ലൈസ്. മാർച്ചിൽ അപ്പോ നവംബറില് എനിക്ക് ഞാൻ പിയാനോയില് കയറിയതാണ്. നവംബറിലാണ്
എന്തൊക്കെ വിശേഷം? നവംബറിൽ നമ്മുടെ ഒരു എന്റിറ്റിയുടെ ഭാഗമായിട്ട് ഞാൻ ഒരു പ്രൊജക്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ആണല്ലേ? ഓക്കെ, എനിക്കറിയില്ല. ആയിരിക്കും ദി ആനുവൽ പ്രൊജക്ട്. ആനുവൽ പ്രൊജക്ട്. ഓ, ആനുവൽ ഡേ നമ്മുടെ സ്കൂളിൽ നടത്തുന്നത് ഡിസംബറിലാണ്. ഡിസംബറിന്റെ പ്രാക്ടീസ് എന്തായാലും ഒരു മാസം മുമ്പ് ആരംഭിക്കുമല്ലോ. നവംബറിൽ തുടങ്ങിയിട്ടുണ്ട്. സ്കൂളിൽ സഹോദയ എപ്പോഴായിരുന്നു? നവംബർ 4 എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ അതിനും ഇവിടെ 2, 3, 4 4-ാം തീയതി അവസാനം. അപ്പൊ അതിന്റെ മ്യൂസിക് ടീം വാസ് റിച്ചാർഡ് ആയിരുന്നു. ലെഡ് ബൈ റിച്ചാർഡ് വിമോഷൻ ജോൺ. അപ്പൊ എന്തായിരുന്നു പറഞ്ഞ ലെഡ്. അപ്പൊ നവംബറിൽ ഇതിന്റെ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തപ്പോ അത് കോർഡിനേറ്റ് ചെയ്ത് നമ്മുടെ സ്വന്തം ഗഡി ആദിത്യ കട്ടുകാരൻ. അപ്പോ അത് ഫുൾ സപ്പോർട്ട് ആദിത്യന്റെ വകയായിരുന്നു. എല്ലാത്തിലും അല്ല, കൺസീവ് ചെയ്തതില് അതിന്റെ 1 ലൈനിലും സ്ക്രിപ്റ്റ് ഒക്കെ എഴുതിയത് ജെമിൻ ചേട്ടനായിരുന്നു. ജെമിൻ ചേട്ടനും സുനിലേട്ടനും കൂടിയിട്ടാണ് ആ സമയത്ത് നമ്മള് വേറെ തിരക്കിലായിരുന്നു. എന്തായിരുന്നു ആർട്സ്. അത് ഡിസംബറിലാണ്. നവംബർ എൻഡിങ് ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഞങ്ങൾ നവംബർ എൻഡിങ് വരെ കുറച്ച് മുമ്പേ കയറി. ഞങ്ങൾ കയറിണ്ട്. അങ്ങനെ ഡിസംബറിലേക്ക് എത്തി. ഡിസംബറിൽ അതിന്റെ ഇടയിൽ ഒരു ഇന്റേണലും കഴിഞ്ഞിട്ടുണ്ട്. ഇല്ല, നവംബറിൽ അപ്പൊ ഡിസംബറിൽ നമുക്ക് സെക്കൻഡ് സെമ്മില് കുറച്ച് കൂടുതൽ മെമ്മറീസ് പറ. സെക്കൻഡ് സെമ്മില് നമുക്ക് ഇന്റേണൽ ഉണ്ടായിട്ടില്ല. ഉണ്ടാവും. ഡേറ്റ് മാറ്റി ഡിസംബറില് നിങ്ങക്ക് കൂടുതൽ പറയാനല്ലേ. ഡിസംബറിൽ എന്താ ഓർമ്മ മെയിൻ ആയിട്ട് ആർട്സ് ആണ്. ശരിയല്ല, ആർട്സ് മാത്രമേ ഒരു കാര്യം പറയട്ടെ, കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡ് ഇരുന്ന് കാണുമായിരുന്നു. നിങ്ങള് ഓഫ് സ്റ്റേജ് ഇവന്റ്സിന്റെ ജസ്റ്റിഫൈ ചെയ്ത് വളരെ മോശമായി. എന്ത് നീ അന്ന് ജസ്റ്റിഫൈ ചെയ്ത് അതില് ഫോട്ടോ ഒന്നും എടുക്കാല്ല, അതല്ലേ? ഫോട്ടോ ഒന്നും എടുക്കാല്ല. ഐ മീൻ നമ്മളെ ഫോട്ടോസും വീഡിയോസും എന്തുകൊണ്ട് നിങ്ങൾ ആ മുമ്പത്തെ 3 ദിവസത്തിന്റെ ഇട്ടില്ല? അപ്പൊ നീ പറഞ്ഞ അന്ന് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. എന്തായിരുന്നു പറ്റാന്നുകൊണ്ട് ഓൺ സ്റ്റേജ് ഇവന്റ്സിന്റെ പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നീ പറഞ്ഞ ഓൺ സ്റ്റേജ് ഇവന്റ്സിന്റെ ഒരു ഇന്റൻസിറ്റിയിലും അതിനുള്ള സമയം കിട്ടില്ല. ഇന്റൻസിറ്റി പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. 3-ാമത്തെ ദിവസം ഇവന്റ് ഉണ്ടാവൂല്ലോ. അപ്പൊ ഈ 1ാമത്തെ ദിവസം തൊട്ട് നിങ്ങൾ ഇട്ടുണെങ്കിലോ? മനസ്സിലായില്ല. ഉണ്ട്. വേറെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്വന്തമായിട്ട് ഒരു വീഡിയോ ഞാൻ ആർട്സിന്റെ ഇട്ടില്ല, ബാക്കിയുള്ളവരെ കൊണ്ട് റീമെൻഷൻ ചെയ്യിപ്പിച്ചിട്ടുള്ളൂ. അതെന്തുകൊണ്ടില്ലേ? ഓഫ് സ്റ്റേജിന്റെ ഇട്ടില്ല അന്ന്. ഓഫ് സ്റ്റേജ് ഇവന്റ്സ് എന്തൊക്കെയാന്ന് നിങ്ങക്ക് അറിയില്ലേ? അറിയാം. പിന്നെ ഓഫ് സ്റ്റേജ് ഇവന്റ്സിൽ പോകുമ്പോ നമ്മുടെ ഫോൺസ് അവര് എടുത്തു വെച്ചാലും ഇവന്റ് സ്റ്റാർട്ട് ചെയ്തു പറഞ്ഞിട്ട് ഇടായിരുന്നു എന്നല്ലേ? എന്തേലും അതെ, നല്ല ഫോട്ടോസ് വിഷ്വൽസ്. ജ്വാലന്റെ ലോഗോ അല്ലേ എടുത്തിട്ടുള്ളൂ? ലോഗോ ലോഗോ കിട്ടുന്നുണ്ട്. നമ്മളെ വീഡിയോ ഇട്ടുണ്ട്. അതെന്തുകൊണ്ട് ഈ സമയത്ത് ഇട്ടില്ല എന്നാണ് ഇവരൊക്കെ ഇവരൊക്കെ ഇട്ടുണ്ട്, ഞാൻ മാത്രം ഇടാത്തുള്ളൂ. തുടങ്ങിയതുകൊണ്ട് ഡേ 1 പറഞ്ഞിട്ട് നിങ്ങൾ ഈ 3 ദിവസം ഡേ 1 ഓഫ് 3 എല്ലാരും ഞാനിട്ടുണ്ട്. പിന്നെ അത് ഇല്ലീഗലായിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾ എടുത്തിടുന്നത്. ഇല്ലീഗലായ ആവശ്യം ഇല്ലീഗലായ വീഡിയോ അത് ജസ്റ്റിഫൈ ചെയ്തേ. ഇല്ലീഗലായിട്ടുള്ള ഒരു വീഡിയോ ആണെങ്കിൽ നിങ്ങൾ എടുത്തിടും. നിങ്ങൾ മെൻഷൻ ചെയ്തു ഇല്ലീഗലായ ഒരു വീഡിയോ കൊളാബറേറ്റ് അത് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യും. ഇല്ല, അതേപോലെ എന്തിനും ആക്സെപ്റ്റ് ചെയ്തു. ആക്സെപ്റ്റ് നമ്മൾക്ക് ഇല്ലീഗൽ അല്ലല്ലോ. ഇല്ലീഗലല്ല. ഓക്കെ, നിങ്ങളുടെ ലോജിക്കലി ആലോചിച്ചൂടെ? കാണാം. ഞാൻ മണ്ടത്തിനൊന്നും കാട്ടൂല, ഞാൻ ഉണ്ടാക്കിയിടുവാനാണ്. പറയാൻ പറ്റില്ലല്ലോ. അല്ല ശരി, പറയാൻ പറ്റില്ല. ടെക്നിക്കലി സ്പീക്കിംഗ് ആർട്സ് തുടങ്ങുന്നത് ഓൺ സ്റ്റേജ് അതായത് ആർട്സ് എത്ര ദിവസം ഉണ്ടെന്ന് ചോദിക്കുമ്പോ 3 ദിവസം എന്നാ പറയാ. ഞാൻ ചേച്ചിയോട് ചോദിച്ചപ്പോ ചേച്ചി പറഞ്ഞത് ചേച്ചിയുടെ കോളേജിൽ 2 ദിവസമാണ്. അവരുടെ 2 ദിവസമാണ് ഓൺ സ്റ്റേജ് ഉള്ളൂ. 2 ദിവസം എന്നാ പറഞ്ഞവര്. ഓഫ് സ്റ്റേജ് 2 ദിവസം ഉണ്ട്.
അല്ല എല്ലാ എന്റിറ്റിയിലും അങ്ങനെ തന്നെയാണ്, നമ്മുടെ സ്കൂളിലും അങ്ങനെ തന്നെ പറയാറ്. ഈ ഓഫ് സ്റ്റേജ് ഒക്കെ പല സമയത്തായിട്ടാണ് എടുത്തു തീർക്കുക. പക്ഷെ അതും ആർട്സ് ആണ്. അങ്ങനെ അത് പാടില്ല. art ആണ്. ഞാൻ അതാണ്. ജനറലി പറയണം, നിങ്ങൾ മാത്രല്ല. Great thinking. I like it. എക്സാമ്പിള് നിങ്ങൾ എടുത്തിട്ടു മാത്രം, ജനറലി എല്ലായിടത്തും അത് ഇൻക്ലൂഡഡ് ആവണം. Okay, arts ആണ് ഇവിടെ. ഓൺ സ്റ്റേജിൽ പെർഫോം ചെയ്യാത്ത എത്ര പേര് ഓഫ് സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നുണ്ട്? ആർട്സ് അല്ലേ അവരുടെ ആർട്ടിസ്റ്റ്. സ്റ്റേജിൽ കയറാൻ സ്റ്റേജ് ഐറ്റംസിൽ പറ്റാത്ത ആൾക്കാര്, പറ്റാത്തതല്ല, താല്പര്യമില്ലാത്തവര് മാത്രല്ല ഉണ്ട്. പിന്നെന്താ, മാത്രമല്ല ഇങ്ങനത്തെ കഴിവുള്ളവരും ഇതിൽ കയറിയിട്ടുണ്ട്. ഈ കഥ എഴുത്ത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണിയാണ് റൈറ്റിംഗ് എന്ന് പറയുന്നത്, ഫ്രം സ്ക്രാച്ച് ഉണ്ടാക്കുക എന്ന് അതൊക്കെ ആർട്സ് തന്നെയാണ്. പറയുന്നത്. അപ്പൊ ഒരു നമ്മുടെ ഒരു സപ്പോർട്ട് ഇൻപുട്ട് ഇല്ലേ, അതെന്ന് വെച്ചാൽ കൂടുതൽ ഫോട്ടോസും വീഡിയോസും അതിനെ കുറിച്ച് വന്നില്ല. അത് വരുത്തേണ്ടതാണ്, വന്നില്ല. അതാണ് നമ്മള് ഷെയർ ചെയ്യാഞ്ഞത്. ഒരു കാര്യം പറയാൻ വിചാരിക്കാം. പ്ലീസ്. ആർട്സിന്റെ ഐറ്റംസിന് ഗ്രേസ് മാർക്ക് ഉണ്ടാ? ഉണ്ടാ? ഡി സോണിലൊക്കെ അവിടുത്തെ കാര്യമില്ല, സ്കൂളിൽ നിന്ന് നമ്മൾ കോളേജിലേക്ക് എത്തുമ്പോ ഉണ്ടാ? ഉണ്ട്. ഞാൻ പറയുന്നുണ്ട്. എങ്ങനെയാ കാരണം? എന്താ കാരണം എന്താ ഉണ്ടെന്ന് പറയാൻ കാരണം? കാരണം അതുള്ള കാരണം അല്ല, വല്ല എവിഡൻസ് ഉണ്ടോ? ഉണ്ട്. എന്താ കാരണം ഇത് കോളേജിൽ രജിസ്റ്റർ ചെയ്യുമ്പോ ഗ്രേസ് ചോദിച്ചു. പക്ഷെ എനിക്ക് ഞാൻ ഗ്രേസ് മാർക്ക് ഉണ്ടോന്ന് ചോദിച്ചു. ഞാൻ CBSE ഇതിലില്ലാന്ന് CBSE ഇല്ലാന്ന് തോന്നുന്നു. പക്ഷെ ആർട്സിന് മെയിൻ ആയിട്ട് ഗ്രേസ് മാർക്ക് അധികം കിട്ടില്ല സ്പോർട്സിന് കമ്പയർ ചെയ്യുമ്പോ. റിസർച്ച് എനിക്കറിയില്ല. ബട്ട് വൈ ആണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്സ് എന്ന് പറയുന്നത് സബ്ജക്റ്റീവ് അല്ലേ, സ്പോർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഡ്ജ്മെന്റൽ ബേസിസിലല്ല. ഇൻഡിവിജ്വലിസ്റ്റിക്. അതായത് അവര് ജയിച്ചു, അത് വേറെ ഒരു ജഡ്ജ് നോക്കിയാൽ അവരാണ് ഫസ്റ്റ്. അത് ഓൾറെഡി പ്രീസെറ്റ് ആണ്. അതായത് ഇപ്പൊ ലോങ് ജമ്പിൽ ഫസ്റ്റ് ഏറ്റവും കൂടുതൽ ജയിച്ച ആളാണ്, അത് വേറൊരു ജഡ്ജ് നോക്കിയിട്ട് മറ്റാൾക്ക് ഫസ്റ്റ് കൊടുക്കാൻ പറ്റില്ല. ആർട്സ് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് അവര് ജഡ്ജ്മെന്റ് നടത്തുന്നതാണ്. അതായത് അതുകൊണ്ടാണ് ഗ്രേസ് മാർക്ക് ഇല്ലാത്തതെന്ന്, കുറവായിരിക്കുന്നു. That's a great observation, Mr. Richard B. Martin. Congratulations. ഇത് രണ്ടും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻപുട്ട് ആണല്ലേ, അല്ലെ? പ്രൊവൈഡ് ചെയ്യുന്ന ഇൻപുട്ടാണ്. ഇതിനെ കുറിച്ച് നമുക്ക് ഇനി നിങ്ങൾക്ക് വല്ല സജഷൻ പറയാം. നമുക്ക് ഇനി ഇതിൽ വല്ല ഡെവലപ്മെന്റ് ഒന്നും പറയില്ല കേട്ടോ. അടുത്ത എപ്പിസോഡ് സജഷൻസ് ആരാ പറയണേ? നീ പറയും, നീ നാളെ ചിലപ്പോ ഇവിടെ ഇരിക്കണ്ടാവും. അത് നമ്മുടെ ഗസ്റ്റും എല്ലാ സപ്പോർട്ടും ഓൾറൗണ്ടറാണ്. അപ്പോ അങ്ങനെ ഡിസംബറിൽ കഴിഞ്ഞു ക്രിസ്മസ് സെലിബ്രേഷൻ, ആർട്സിന്റെ 2 ദിവസം കഴിഞ്ഞ ക്രിസ്മസ് സെലിബ്രേഷൻ ആയി. ആർട്സിന്റെ ലാസ്റ്റ് ഡേ എനിക്ക് ഗ്രൂപ്പ് സോങ് ഉണ്ടായിരുന്നു, ഫ്ലൂട്ട് ഉണ്ടായിരുന്നു. ഞാൻ ഹോസ്പിറ്റലിലേക്ക് എടുക്കണം അവിടെ ആയിരുന്നു. പനി ഓർമ്മയില്ല എന്താ സത്യമായിട്ട് നീ അറിഞ്ഞിട്ടില്ലേ? ഞാൻ നിന്റെ അങ്ങനെ ഞാൻ സെക്കൻഡ് ഡേ ഉണ്ടായിരുന്നു. അപ്പൊ ആകെ ക്ഷീണത്തിലായിരുന്നു. സെക്കൻഡ് ഡേ വട്ടപ്പാട്ടുണ്ടായിരുന്നു, പിന്നെ ഇതായിരുന്നു ചെണ്ട ഉണ്ടായിരുന്നു, മേളം. അപ്പൊ ഫസ്റ്റ് ഡേ കീബോർഡ് മറ്റേ വോക്കല് മാത്രമേ ഉള്ളൂ. സെക്കൻഡ് ഡേ ഫസ്റ്റ് ഡേ ഓപ്പൺ ചെയ്യുന്നില്ല. സെക്കൻഡ് ഡേ പനിച്ചു ചത്ത പോലെ, എന്നാലും പോയി. ചത്തു, ശരിക്കും ചത്തു. മൂന്ന് ഇൻഡിവിജ്വൽ ഓൺ സ്റ്റേജ് ഉണ്ടായിരുന്ന? ഇൻഡിവിജ്വല് 2 ഗ്രൂപ്പ് അല്ല, വോക്കലും പിന്നെ ഫ്ലൂട്ടും പിന്നെ വട്ടപ്പാട്ട്, ഗ്രൂപ്പ് സോങ്, ചെണ്ട. ചെണ്ടമേളം. എന്നിട്ട് ക്രിസ്മസ് സെലിബ്രേഷന് ഒന്ന് തല പൊങ്ങി സെലിബ്രേഷന് പോയി. വീണ്ടും കിടന്ന് അവിടെ പകുതിയല്ല, കുറച്ച് കഴിയാറാണ് മുമ്പ് തന്നെ ഞാൻ വീട്ടിലേക്ക് എത്തി. അങ്ങനെ ടൈം ഫ്രെയിം മനസ്സിലായി. ഞാനന്ന് ക്രിസ്മസ് സെലിബ്രേഷൻ നേരം വൈകുന്നൊക്കെ ബൈക്കിലൊക്കെ പോയി. എന്നിട്ട് വൈകില്ലല്ലോ. സെലിബ്രേഷൻ ഒക്കെ കറക്റ്റ് ടൈമിൽ നിർത്തും. പക്ഷെ ഓണം പിന്നെയും കുറച്ചുകൂടി നേരം ഉണ്ടായിരുന്നു. കമ്പാരിറ്റീവ്ലി 4 മണി വരെയൊക്കെ ഉണ്ടായിരുന്നുണ്ട്. ഓണത്തിന് എന്തൊക്കെ പരിപാടി ഉണ്ടായിരുന്നില്ല? എന്തൊക്കെ പരിപാടി ഉണ്ട്? അന്ന് പരിപാടിയൊന്നുമില്ല, അവിടെ വെറും വെറുപ്പിക്കലായിരുന്നു. ക്രിസ്മസിന് ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. നല്ല പാട്ടൊക്കെ വെക്കപ്പോ ബ്രേക്ക് വരും. ക്രിസ്മസ് സെലിബ്രേഷനോട് കൂടി കോളേജ് അടച്ചു. 22-ാം തീയതി അടച്ചു.
പിന്നെ ഞാൻ കുറെ കാര്യങ്ങളും പോയി പള്ളിയുടെ അവിടെ. പിന്നെ ഞങ്ങൾ പതുക്കെ എപ്പിസോഡും സ്റ്റാർട്ട് ചെയ്തു. ഞാൻ പതുക്കെ സീസൺ എന്റെ തുടങ്ങി, ഞാൻ പരിപാടികൾക്ക് പോയി തുടങ്ങി. കാരണം നമ്മള് കുറച്ച് ബ്രേക്കിന് ശേഷം 25-ാം തീയതി ക്രിസ്മസ് ദിനത്തിൽ അതെ നമ്മുടെ ആദ്യത്തെ എപ്പിസോഡ് കറക്റ്റ് ഞാൻ ആദ്യത്തെ എപ്പിസോഡ് അല്ല, ബ്രേക്കിന് ശേഷം ആദ്യത്തെ എപ്പിസോഡ്. ഞാൻ കറക്റ്റ് അന്ന് ഫ്രീ ആയിരുന്നു, അന്ന് പരിപാടി ഉണ്ടായിരുന്നില്ല. അന്ന് നമ്മുടെ റിച്ചാർട്ടൻ കിടപ്പിലായിരുന്നു. അന്ന് തലേദിവസം കരോൾ ഇറങ്ങും ക്ലബിൽ നിന്ന്. അന്ന് ഞാൻ പോയില്ല, നിരീച്ചും കവക്കട്ടൊക്കെ ആയിട്ട് അവിടെ വീട്ടിലിരുന്നു. കരോളിന് പോയി. പിന്നെന്തുണ്ടായ പിന്നെന്തുണ്ടായില്ല, അമ്മയുടെ വീട്ടില് പെരുന്നാളായിരുന്നു 25. ഫുഡ് അടിച്ചു. ഫുഡ് അടി. പിന്നെ ന്യൂ ഇയർ ന്യൂഇയറിന് എന്തെങ്കിലും പരിപാടി ഹാപ്പി ന്യൂ ഇയർ ഉണ്ട്. വീട്ടിലിരുന്ന് തുടങ്ങും. ഞാന് തൃശ്ശൂർക്ക് പോയി. തൃശ്ശൂര് ഒരു നല്ല സിറ്റീസ് ഡിസ്ട്രിക്ട്സിൽ നടക്കണ പോലെയും തൃശ്ശൂരും ശക്തന്റെ ഗംഭീരമായ അവിടുത്തെ ഗ്രൗണ്ടില് പരിപാടികൾ നടക്കുന്നു. ചെമ്മീൻ അല്ല, ബാൻഡിന്റെ 10 മണി വരെ ഉണ്ടായിരുന്നുള്ളൂ തോന്നൂലേ? ആര് അല്ലല്ല. ചെമ്മീൻ ബാൻഡാ? 12 മണി 12 മണി വരെ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ മണിയല്ല, ആലോചിക്കുകയുണ്ടായി, 12 മണി കഴിഞ്ഞിട്ടുണ്ടായിട്ടുണ്ട്. 12 മണിക്ക് ഉണ്ടായിട്ടുണ്ട്. 12 മണിക്ക് സ്റ്റോപ്പ് ചെയ്യണം. ഈ പറഞ്ഞ പരിപാടി പുറത്താണല്ലോ. ആ. അന്ന് എന്തുകൊണ്ട് ഈ PA സിസ്റ്റം റൂള് വർക്കായില്ല എന്ന് ഞാൻ ആലോചിക്കുകയുണ്ടായി. എന്ത് basis? 10 മണിക്ക് ഓഫ് ചെയ്യണം. അത് ന്യൂ ന്യൂഇയറിന് ഇയർ എന്ന് exception പറയുമ്പോൾ അല്ല, അത് കൊച്ചിൻ കാർണിവൽ ഞാൻ പറയാ, ജനറലി പറയാ, കേരളത്തിന്റെ നിയമം ചില നിയമത്തിലുള്ള കേരളത്തിലെ ചില ദിവസം loopholes ഉണ്ടാവുമല്ലോ. Exceptions. ഉണ്ട്. ഒന്ന് അഴിച്ചു കൊടുക്കുമല്ലോ. ന്യൂ ഇയർ 10 മണിക്ക് ആഘോഷിക്കാൻ ന്യൂ പറ്റില്ലല്ലോ. ഇയർ കാര്യം കഴിക്കണ സംസ്ഥാനം ഒന്നല്ല നമ്മുടെ. അന്ന് ഒരു ട്രാഫിക് റെസ്ട്രിക്ഷനും പെട്രോൾ അടച്ചിടലും മറ്റേ മറിച്ചതും അത് അവരുടെ ഒരു സ്ട്രൈക്ക്. റിലേറ്റഡ് അല്ല, ഞാൻ എല്ലാം കൂടി കുമ്പി- അതല്ല, 10 മണിക്ക് ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് ഞാൻ പറയണേ. 12 മണി ആകുമ്പോഴാണല്ലോ വെച്ചുള്ളൂ. അതെ, അത് അപ്പൊ വളരെ 10 മണിക്ക് നിർത്താൻ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. ശരിയാവില്ല. അല്ല, ഇത് പ്രീ ഡിറ്റർമൈൻഡ് ടൈമിൽ തീരുന്ന ഒരു പരിപാടിയാണല്ലോ. ആ. അന്ന് പിന്നെ വേണമെങ്കിൽ പറയാം, ഈ 10 മണി എന്നുള്ള നിയമം എന്ന് പറയുന്നത് ആൾക്കാരെ ഉറങ്ങുന്ന ആൾക്കാരെ ഡിസ്റ്റർബ് ചെയ്യാണ്ടിരിക്കാനാണ്. ശക്തന്റെ പക്ഷെ ആരും ഉറങ്ങില്ല. എന്നാലും ഉറങ്ങില്ല, എല്ലാരും അവിടെ എല്ലാരും 12 മണി വരെ ഒന്ന് അതെ. ഇരിക്കും. ഞാൻ വീട്ടിലെത്തുമ്പോ പിന്നെ ആ ഏരിയയുടെ അടുത്ത് ശക്തന്റെ വീടുകൾ ഭയങ്കര ആ കുറവാ. സമയത്ത് അവിടെ വീടുള്ള അല്ല, നല്ല തിരക്കായിരുന്നു. ആകെ നല്ല flat സൂപ്പർ ആണ്. പരിപാടി. അത് സൂപ്പർ പരിപാടി. gap ഉണ്ട്. ഒരു കാമണിക്കൂർ കൂടി ഇരിക്കാൻ പറ്റിയില്ല എനിക്ക്. ഞാന് പരിപാടി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോ 1:15 നീ എപ്പോഴും ഉറങ്ങി? ഞാൻ 11 കൂട്ടാളി അല്ല, അത് 12 പിന്നെ എല്ലാരും ചറവറ മെസ്സേജ് ചെയ്യലായിരുന്നു, അതിന് റിപ്ലൈ അടിയിലായിരുന്നു. ഞാൻ അതിന് മുമ്പ് ബ്രോഡ്കാസ്റ്റ് ഉണ്ടാക്കി. അല്ല, ബ്രോഡ്കാസ്റ്റ് കേൾക്കുന്നുണ്ട് എല്ലാവരും. ബ്രോഡ്കാസ്റ്റ് അല്ല, എല്ലാവരുടെയും ബ്രോഡ്കാസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എല്ലാവർക്കും. അപ്പൊ വരണതിന് മുമ്പ് തന്നെ ഞാൻ ഇടും. അപ്പൊ പിന്നെ റിപ്ലൈ കണ്ടല്ലോ. അല്ല, എന്റെ റിപ്ലൈ. ഈ ബ്രോഡ്കാസ്റ്റ് ഇപ്പൊ ന്യൂ ഇയർ, ന്യൂ ക്രിസ്മസ്, ഇയർ, ഓണം, ക്രിസ്മസ് എല്ലാത്തിനും ഉണ്ടാവും. ഈ ബ്രോഡ്കാസ്റ്റ് ബർത്ത്ഡേക്കോ ഇത് കൊറേ നാൾ മുമ്പ് ഉണ്ടാക്കിയ സാധന. അങ്ങനെ ന്യൂ ഇയർ ആയി. അങ്ങനെ ന്യൂ ഇയറിന് 2 ദിവസം കഴിഞ്ഞ് നമ്മളിപ്പോ ഇവിടെ ഇരിക്കുന്നു. ഇത് 3-ാം തീയതി റെക്കോർഡ് ചെയ്യുന്നു. ഇന്ന് നമ്മളുടെ തൃശ്ശൂര് നമ്മളുടെ പ്രധാനമന്ത്രി നരേന്ദ്ര ദേശവാസിയോ കട്ടി കട്ടി എന്ത് പറയാൻ പറ്റേ പറഞ്ഞോ. ദേശവാസിയാണ് ആളുടെ ഫുൾ എല്ലായിടത്തുള്ള അഭിസംബോധന. ആളുടെ യുണീക്ക് സാധനമാണ്. അതായത് നമ്മൾ ലോകമെമ്പാടുമുള്ള എല്ലാവർക്കും മോദിനെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇതല്ലാണ്ട് പിന്നെ എന്തൊരു ഓർമ്മ വരിക? ഇതാണ് ഓർമ്മ വരിക എല്ലാവർക്കും. ഓക്കെ, ഗുഡ് ഗുഡ്. ഓർമ്മ വരില്ലേ? എന്നവേ കുറച്ച് ഗുഡാണ്, കുറച്ച് ബാഡാണ്. അതല്ല പൊളിറ്റിക്സ് എങ്ങനെയാണ്, പൊളിറ്റിക്കൽ പാർട്ടി നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കൊറേ പറയാനുണ്ട്. അല്ല, അവിടെ പോയിണ്ടാവും പറയാം. തൃശ്ശൂർ സമയമായി. ഓക്കെ, വെരി ഗുഡ്. ഇന്ന് അതുകൊണ്ട് തന്നെ ടൗണില് ഭയങ്കര റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നമുക്ക് അതുകൊണ്ടാണ് ഇന്ന് കോളേജ് ക്ലാസ്സിലായിട്ടിരുന്നത്. അതായത് ഇന്ന് ശരിക്കും ഞങ്ങൾക്ക് ക്ലാസ് തുറക്കണ ദിവസമാണ്. പക്ഷെ ഇന്ന് ഈ പരിപാടി കാരണം തൃശ്ശൂർ താലൂക്കിലത്തെ എല്ലാ വിദ്യാഭ്യാസ ഓ ശരിയാ, ശനിയാഴ്ച കിട്ടും. ശരിയാ. ഗ്രേറ്റ് വീക്ക് ഹെഡ്. Thank you. Have a great year ahead. താങ്ക് യു. എല്ലാവർക്കും അപ്പൊ വീണ്ടും New Year ആശംസകൾ. അത്യാവശ്യം നേരം ഉണ്ടോ? നമ്മൾ 30 മിനിറ്റ് എന്നൊക്കെ ഉള്ള ഒരു നിയമൊക്കെ വെച്ച് നമ്മൾ 2 എപ്പിസോഡായിട്ട് അത് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. യെസ്, നോക്കാല്ലേ, ആവശ്യമില്ലെങ്കിൽ അതൊക്കെ കൊണ്ടുവരാം, ആവശ്യമില്ലെങ്കിൽ കൊണ്ടുവരിട്ടില്ല, ഇങ്ങനെ കൊണ്ടുവരാം. അപ്പോ വീണ്ടും എൻഗേജിങ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പറയിപ്പിക്കൂ, പറയണം, കൊണ്ടുവരണം. നമുക്ക് ഇനി കുറച്ച് എക്സ്പീരിയൻസുകൾ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം മൾട്ടിപ്പിൾ സിറ്റുവേഷനിൽ എല്ലാരും ഇനി എക്സ്പോസ്ഡ് ആവും. അതെ,
അപ്പോ അതിനെ കുറിച്ചിട്ടുള്ളൊക്കെ പറയാം. യെസ് ഗുഡ്. യെസ് 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 അത് ഈ ആനുവൽ ഡേയുടെ കാര്യം നമുക്കൊന്ന് അടുത്ത എപ്പിസോഡിൽ വിപുലീകരിച്ച് അതെ പറയാം. അതെ ഓക്കെ. നിങ്ങൾ ടോപ്പിക്സ് ഞങ്ങൾ പറയും, നിങ്ങൾ സജസ്റ്റ് ചെയ്യണമെന്ന് ഇതുവരെ ആരും ചെയ്തിട്ടില്ല. അങ്ങനെ നിങ്ങൾ സജസ്റ്റ് ചെയ്യണം ആ, ഞങ്ങളോട്. സജസ്റ്റ് ചെയ്യും, നമുക്കത് ഇൻക്ലൂഡ് ചെയ്യാറ്. നമ്മള് നമ്മുടെ നമ്മള് ചാടി ഒന്നും ഇട്ടിരിക്കില്ല, നമ്മള് മെസ്സേജ് തരും. നിവിൻചാട്ട ഒരു ടോപ്പിക് പറഞ്ഞിരുന്നു. ആ ടോപ്പിക്ക് നമുക്ക് ഈ സമയം Complete പറ്റിയപ്പോ 52 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. കട്ട് ചെയ്ത് വരുമ്പോ എന്തായാലും മണിക്കുട്ടി ഓടി തുടങ്ങി. അപ്പോ നിവിന്റെ ടോപ്പിക് നിവിനെ വിളിച്ച് പറയിപ്പിക്കാം. നിവിന്റെ വേറൊരു ടോപ്പിക് പറയാനുണ്ട് നമുക്ക്. ഇതല്ലാണ്ട് അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ല, വേറൊരു ടോപ്പിക് അവൻ എന്നോട് പറയാൻ പറഞ്ഞിരുന്നു. അതാണ് ഞാൻ ആ ഉദ്ദേശിച്ചത്. കഴിഞ്ഞ എപ്പിസോഡിൽ ഒരെണ്ണം പറയാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് വേറെ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ വേറെ പറയാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് വേറെ പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 2 സാധനം സെക്കൻഡ് സാധനമാണ് ഞാൻ ഉദ്ദേശിച്ചത്. കോണ്ടന്റ്സ് ആയിട്ടുണ്ട്. കോണ്ടന്റ് ഇപ്പോഴും ടീച്ചർമാര് കണ്ടന്റ് ടീച്ചർമാരും യൂട്യൂബേഴ്സും ലോകമെമ്പാടുമുള്ള എല്ലാരും കോണ്ടന്റ് എന്നാണ് പറയുന്നത്. ഇത് മാറ്റേണ്ടതാണ്. അല്ല, Content കണ്ടന്റ് എന്നാണ് സോറി, പറയുന്നത്. കോണ്ടന്റ് മാറ്റണ്ട. അങ്ങനെ നമുക്ക് മാറ്റണ്ട. കണ്ടന്റ് എന്നാണ് പറയണത്, പക്ഷെ അത് മാറ്റണം. വാട്ട് ഇറ്റ് ഈസ് കണ്ടന്റും സ്പെല്ലിംഗ് സെയിം ആണെങ്കിലും കണ്ടന്റ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് എക്സ്റ്റസി ഓർ സാറ്റിസ്ഫാക്ഷൻ. ബീയിങ് കണ്ടന്റ് ഇൻ ഒന്നുകൂടി ലളിതമായിട്ട് പറഞ്ഞു. ഐ ആം കണ്ടന്റ് ഇൻ അവർ പോഡ്കാസ്റ്റ്. കണ്ടന്റ്മെന്റ്. Content is something which is Creates. built up of ideas and thought processes. ക്രിയേറ്റീവ് ഇംഗ്ലീഷ് ബ്രോ. ബ്രോ. കോണ്ടന്റ് ആണ് അപ്പോൾ നമ്മളെ വീഡിയോക്ക് ഉള്ളടക്കം- ആവശ്യം ഉള്ളടക്കം കണ്ടന്റ് ആണ്, നമ്മുടെ നമ്മൾക്ക് വ്യൂവേഴ്സിന് ആവശ്യം. യുഎസിന് മാത്രല്ല ഹോസ്റ്റുകൾക്കും. അതെ ഉള്ളടക്കം എന്നുള്ളതാണ് കോണ്ടന്റ്. അതെ. സമാധാനമില്ല, സംതൃപ്തി, സംതൃപ്തി. നമ്മൾ ചെയ്യുന്നതിൽ എന്തിലെങ്കിലും നമ്മൾക്ക് സംതൃപ്തി കാണിക്കും. അതാണ് കണ്ടന്റ്, ബീയിങ് കണ്ടന്റ്. അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ ലൈഫ് ലെസൺ. നമ്മള് രണ്ട് Quote എപ്പിസോഡ് of the day, be content. ഞാൻ പറയാമായിരുന്നു. 2 എപ്പിസോഡായിട്ട് കോട്ട് ഓഫ് ദ ഡേയും ഇല്ല, ഫണ്ടർ ഫാക്റ്റും ഇല്ല, ഷോർട്സ് വീഡിയോസിൽ ഇറങ്ങണില്ല. ഷോർട്സ് വീഡിയോസ് വരുന്നില്ല. അത് നമുക്ക് ഇറക്കാം. ഇറക്കും, നമ്മൾ ഇറക്കേണ്ടതാണ്. അറക്കും. അതുകൊണ്ട് നമുക്ക് ഈ എപ്പിസോഡ് കൺക്ലൂഡ് ചെയ്താലേ. നമ്മൾ നിർത്തണേ. ഞാൻ നിങ്ങളുടെ സ്വന്തം കടി മൃത്യുഞ്ജയ സിയാർ. ഞാൻ നിങ്ങളെ സ്വന്തം കടി അത്തനാസ് വിചാർ. ഞാൻ നിങ്ങളുടെ സ്വന്തം കടി ആദിത്യ കട്ടുകാരൻ. ഞാൻ നിങ്ങളുടെ സ്വന്തം കിടിയ റിച്ചാർഡ്. റിച്ചാർഡ് ബി മാർട്ടിൻ. ഫുൾ നെയിം പറയുകയാണെങ്കിൽ റിച്ചാർഡ് ബി മാർട്ടിൻ. എന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് നമ്മൾ നമ്മുടെ 38ാമത്തെ എപ്പിസോഡ് ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. 39ാമത്തെ എപ്പിസോഡ് കാണുന്നവരെ സുഖനിദ്ര. ശുഭനിദ്ര. ഹാവ് എ ഗ്രേറ്റ് ഡേ ഗൈസ്. ബൈ ബൈ. Bye.